മാം ഒരു ഡൗട്ട് ഉണ്ട്. മാം നീറ്റ് മാത്രം ക്വാളിഫൈ ചെയ്തുകൊണ്ട് ഫോറിനിൽ MBBS പഠിക്കാൻ പറ്റുമോ? നീറ്റ് ജസ്റ്റ് ക്വാളിഫൈ ചെയ്താലും നിങ്ങൾക്ക് ഫോറിൻ കൺട്രീസിൽ പോയിട്ട് MBBS പഠിക്കാൻ പറ്റും. പക്ഷെ ഞാൻ ഒരിക്കലും അത് അഡ്വൈസ് ചെയ്യത്തില്ല. ഈ നീറ്റ് ക്വാളിഫൈ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നീ 3 വിഷയങ്ങൾ ഉൾപ്പെടുന്ന ഒരു എൻട്രൻസ് പരീക്ഷയിൽ ജസ്റ്റ് ക്വാളിഫൈ ചെയ്യാനുള്ള മാർക്ക് വാങ്ങി എന്നുള്ളതാണ് അർത്ഥം. MBBS പഠിക്കാൻ തുടങ്ങുമ്പോഴേ ഫസ്റ്റ് ഇയറിൽ തന്നെ നമുക്ക് അനാറ്റമിയും ഫിസിയോളജിയും ബയോകെമിസ്ട്രിയും ഒക്കെ ഉണ്ട്. ഈ 3 വിഷയങ്ങളും നമുക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നീ വിഷയങ്ങളിൽ 11th-ലും 12th-ലും ബേസ് നോളജ് കറക്റ്റ് അല്ല എങ്കിൽ പഠിക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ വെറുതെ എടുക്കാനും വേണ്ടിയിട്ട് MBBS എടുത്തിട്ട് കാര്യമില്ലല്ലോ. നമുക്കത് പഠിക്കാൻ പറ്റണം, നമ്മളത് പാസ്സാവണം. ഇതൊക്കെ ചെയ്യണമെങ്കിൽ 11th-ലെയും 12th-ലെയും നമ്മുടെ സബ്ജക്ട് നോളജ് നന്നായിരിക്കണം. അതുണ്ട് എങ്കിൽ മാത്രം നിങ്ങൾ ഫോറിൻ MBBS-നെ കുറിച്ച് ചിന്തിക്കുക. അല്ലാണ്ട് പേരിൻ്റെ മുമ്പിൽ ഡോക്ടർ എന്നിടാൻ വേണ്ടി മാത്രം എൻ്റെ കയ്യിൽ കുറച്ച് കാശുകൊണ്ട് പേരിൻ്റെ മുമ്പിൽ ഡോക്ടർ എന്ന് വേണം എന്തായാലും പ്രത്യേകിച്ച് പഠിക്കുക എന്ന് പറയുന്നൊരു കാര്യത്തോട് വലിയ താല്പര്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് ദയവ് ചെയ്ത് നിങ്ങൾ വെളിയിൽ ഒരു രാജ്യത്തും പോയിട്ട് MBBS പഠിക്കരുത്. നിങ്ങൾക്ക് നല്ലോണം ആ സബ്ജക്റ്റ് ഹാൻഡിൽ ചെയ്യാനുള്ള ബേസ് നോളജ് ഉണ്ട് എങ്കിൽ മാത്രം നിങ്ങൾ പ്രൊസീഡ് ചെയ്യുക. ഫോറിൻ കൺട്രീസിലെ MBBS-നെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ വേറെയും ഉണ്ട് കേട്ടോ പറയാൻ. എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഏത് സമയത്തും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. കീപ് ഗോയിങ്. ഹാപ്പി ലേണിംഗ്.